जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासंति गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्णा 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण कृष्णा 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 हरे 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 राम 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 हरे हरे हरि बोल हरि बोल हरि बोल निताय गौर हरि गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल प्रभुपाद जय जय प्रभुपाद 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 हरिनाम संकीर्तन यज्ञ की जय श्रील प्रभुपाद जय की गौर प्रेमानंद जय हरि हरि बोल അപ്പോൾ ഇന്ന് നമ്മൾ 57-ാമത്തെ പേജില് കൃഷ്ണപ്രസാദം ബിഗിനേഴ്സ് ഗൈഡ് കൃഷ്ണാബോധം ഒരു വഴികാട്ടി എന്നുള്ള ബുക്കിൽ നമുക്ക് നോക്കാം. അപ്പൊ കൃഷ്ണപ്രസാദം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, കൃഷ്ണൻ എങ്ങനെ നൈവേദ്യം തയ്യാറാക്കൽ, എങ്ങനെ ഭഗവാൻ അർപ്പിക്കുക, പാചകപാത്രങ്ങള്, പ്രസാദ സേവ, പിന്നെ ഭക്ഷണവും ഭക്ഷണശീലങ്ങളും ഇത് നമുക്ക് നോക്കാം. കൃഷ്ണപ്രസാദം ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ. അതായത് ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഏത് ഫെസ്റ്റിവലിൽ പോയിരുന്നാലും എന്തൊക്കെ ചെയ്തിരുന്നാലും എല്ലായിടത്തും എന്തുണ്ടാവും? ഫുഡുണ്ട്. കലിയുഗത്തിൽ അത് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്കുണ്ടാവില്ല. എവിടെ പോയിരുന്നാലും, മരിച്ച വീട്ടിൽ പോയിരുന്നാലും അവിടെയും ഫുഡ് ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി ഒരു മാരേജ് പാർട്ടിക്ക് പോയിരുന്നാൽ അവിടെയും ഉണ്ടാവും, ബർത്ത്ഡേ പാർട്ടിക്ക് പോയാൽ അവിടെയും ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും എന്തുണ്ടാവും? ഫുഡ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫുഡല്ല കഴിക്കുന്നത്, അതായത് ആഹാരമല്ല കഴിക്കുന്നത്, അത് പ്രസാദമാണ് കഴിക്കുന്നത്. പ്രസാദം എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ് അർത്ഥം. അപ്പോൾ കാരുണ്യം നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും? കഴിക്കാനായിട്ട് പ്രസാദം കിട്ടും, ചന്ദനമായിട്ട് പ്രസാദം കിട്ടും, മാലയായിട്ട് ഭഗവാൻ ചാർത്തിയ മാല നമുക്ക് പ്രസാദമായിട്ട് കിട്ടും, ഭഗവാൻ ചവിട്ടിയ മണ്ണ് പ്രസാദമായിട്ട് കിട്ടും, ഭഗവാന്റെ തീർത്ഥം നമുക്ക് പ്രസാദമായി, അഭിഷേകം ചെയ്ത വെള്ളം നമുക്ക് തീർത്ഥമായി പ്രസാദമായി കിട്ടും. അപ്പൊ പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ, സർവ ദുഃഖങ്ങളെയും പ്രസാദം ഇല്ലാതെയാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രസാദം വൈഷ്ണവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ വൈഷ്ണവർ എന്ത് ചെയ്യണം വെച്ചാല് പ്രസാദം ഉണ്ടാക്കുകയും അത് ഭഗവാന് അർപ്പണം ചെയ്യുക, നിവേദിക്കുകയും ചെയ്യും. പിന്നെ നിവേദിച്ച പ്രസാദം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യണം. നമ്മൾ മാത്രം കഴിച്ചാൽ പോരാ. അതാണ് ഗുരുയുടെ ക്വാളിറ്റി പറയുന്നത്. ചതുർവിധ ഭജതേമാം, അല്ല എന്താണ്,
ചതുർവിധ ശ്രീ ഭഗവത് പ്രസാദ സ്വാധന്ന തൃപ്താൻ ഹരിഭക്ത സംഘ ഋത്വൈത തൃപ്താം വജസദൈവം വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ചതുർവിധ 4 വിധത്തിലുള്ള 4 ടൈപ്സ് ഓഫ് പ്രസാദം, അതായത് ലിക്വിഡ് ആയിട്ടുണ്ടാവും, ചവച്ച് കഴിക്കുന്ന പ്രസാദം, പിന്നെ കുക്ക്ഡ് ഫുഡ്, ഇങ്ങനെ കട്ടിയായിട്ടുള്ള ആഹാരം, ഇങ്ങനെ 4 ടൈപ്പിലുള്ള ഫുഡ്, ജ്യൂസ് പോലത്തത്. അപ്പൊ ഇങ്ങനത്തെ പ്രസാദം ഭഗവത് പ്രസാദം ഭഗവാന് നിവേദിച്ചിട്ട് ആ പ്രസാദം ഹരിഭക്ത സംഘം, ഹരിഭക്തന്മാരുടെ സംഘങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് പ്രീതിപ്പെടുന്ന വ്യക്തിയാണ് ആധ്യാത്മിക ഗുരു. ആ ആധ്യാത്മിക ഗുരുവിനെയാണ് ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഗുരുചരണത്തിലുള്ളതാണ്. ഗുരു അക്ഷരത്തിൽ വരുമ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ ആധ്യാത്മിക ഗുരുയുടെ ക്വാളിറ്റി എന്നാണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ പ്രസാദം ഉണ്ടാക്കുകയും അത് ഭഗവാന് നിവേദിക്കുകയും അത് മറ്റുള്ള ഭക്തന്മാർക്ക് കൊടുത്ത് അവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ആധ്യാത്മികം. അതേ ഗുരുയുടെ ക്വാളിറ്റി തന്നെ ആർക്കും ഉണ്ടാകണം, ശിഷ്യന്മാർക്കും ഉണ്ടാകണം. അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രസാദം ഹാപ്പി ആയിട്ട് ഉണ്ടാക്കുകയും സന്തോഷത്തോടു കൂടി ഉണ്ടാക്കണം. എന്നിട്ട് സന്തോഷത്തോടു കൂടി ഭഗവാൻ അർപ്പിക്കണം. എന്നിട്ട് അതേ പ്രസാദം മറ്റുള്ളവർ വിതരണം ചെയ്യുന്നതിലും അതേ സന്തോഷം ഉണ്ടാകും. അയ്യോ തീർന്നു പോയി, എനിക്കൊന്നും കിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? മറ്റുള്ള ആൾക്കാർ പ്രസാദം കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിൽ തൃപ്തി ഉണ്ടാകും. അതാണ് യഥാർത്ഥ ഒരു വൈഷ്ണവന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ പ്രസാദത്തിനും കൃഷ്ണനും ഒരു വ്യത്യാസവുമില്ല. കൃഷ്ണൻ തന്നെയാണ്, സാക്ഷാത് ഭഗവാൻ തന്നെയാണ് പ്രസാദം. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലിയുഗത്തിലെ ജനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല. ഇപ്പൊ നമുക്ക് പ്രസാദം കഴിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം, ഒരു നാമം ജപിച്ചാൽ നമുക്ക് ഭഗവാന്റെ ലോകത്ത് പോകാം, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നവയുധ ഭക്തിയിൽ 9 മാർഗമുണ്ട്: ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, അർച്ചനം, വന്ദനം എന്ന് പറയുന്ന ആ 9 പ്രോസസ്സും നമുക്ക് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യാം, 9ഉം ഫോളോ ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് ഭക്തി മാർഗം സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ ലോകത്ത് തിരിച്ചു പോകാം. ഇത് നമുക്ക് സാധിക്കും. ഒരു പട്ടിക്ക് എങ്ങനെ സാധിക്കും? ഒരു പൂച്ചയ്ക്ക് എങ്ങനെ സാധിക്കും? ഒരു പന്നിക്ക് എങ്ങനെ സാധിക്കും? ഒരു മൃഗങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടണ്ടേ എന്ന് ചോദിച്ചാൽ, അപ്പൊ അവർക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടും എന്ന് ചോദിച്ചാൽ അവർക്കും ഭഗവാന്റെ പ്രസാദം കൊടുക്കും. ഒരു പട്ടിക്ക് ചിലർ പറയും, അയ്യോ പട്ടിക്കൊന്നും പ്രസാദങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല, അവർ കൊടുക്കില്ല, അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് അത് പട്ടിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊടുക്കില്ല. അങ്ങനെയല്ല, പട്ടിക്ക് മാത്രം കൊടുത്ത് അതിനെ ഇൻസൾട്ട് ചെയ്യരുത്. നമ്മളും കഴിച്ചിട്ട് അതിനും കൂടെ കൊടുക്കണം. ചിലരെന്ത് ചെയ്ച്ചാല് അവർക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ പട്ടിക്കും. അതുപോലെ എന്ത് ചെയ്യും? അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇൻസൾട്ട് ചെയ്യരുത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളും അക്സെപ്റ്റ് ചെയ്തു, നമ്മളും ഹോണർ ചെയ്തു പ്രസാദം. അതേപോലെ ആ മൃഗത്തിനും ഭഗവാന്റെ കാരുണ്യം കൊടുക്കാം. അതുകൊണ്ട് എന്താവും? അതിനും ബെനിഫിറ്റ്. ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭു എന്താ ചെയ്യുവെച്ചാല് മഹാപ്രസാദം, ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ യാത്ര പോകും, നവദ്വീപ് പരിക്രമന് എല്ലാ ഡ്യൂട്ടീസിനെയും കൊണ്ടുപോകും. അങ്ങനെ ടൂർ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് ഒരു ചൈതന്യ മഹാപ്രഭുയുടെ ഒരു അസോസിയേറ്റ് ഒരാൾ. അപ്പോൾ ശിവാനന്ദ സേന എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം എന്ത് വെച്ചാൽ ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ ഒരു പട്ടി അദ്ദേഹത്തിൻ്റെ ബാക്കിൽ കൂടെ, ഈ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഒരു പട്ടി ഇങ്ങനെ നടന്നു വരും. നടന്നു വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കും. അപ്പോൾ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും യാത്രയിൽ. അപ്പോൾ ആ ശിവാനന്ദ സേന എന്ത് ചെയ്യുവെച്ചാൽ ആ കുറച്ച് പ്രസാദം ആ പട്ടിക്ക് കൊടുക്കും. അപ്പോൾ ആ പട്ടി കഴിച്ചിട്ട് പട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് കൂടെ പോകുന്നു, ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ ബോട്ടിൽ കയറാൻ പോയപ്പോൾ പട്ടി എന്ത് ചെയ്തു? എല്ലാ സ്ഥലത്തും ഏതൊക്കെ അമ്പലത്തിൽ പോയാൽ അതൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അവരെ കഥ പറയുമ്പോൾ അവിടെ പട്ടിയും അവിടെ കിടക്കുന്നുണ്ട്. അവർ എണീക്കുന്നു, നൃത്തം ചെയ്യുമ്പോൾ അത് ഇടയ്ക്ക് കൂടെ നടക്കും, അങ്ങനെ പോകും. എന്നിട്ട് ഗംഗയിൽ കടന്ന് അപ്പുറത്ത് ദ്വീപിൽ പോകണം. നവദ്വീപാണ്. 9 ദ്വീപിലും 9 ലീല ചൈതന്യ മഹാപ്രഭു ചെയ്ത പല ഭഗവാന്റെ ലീല നടന്ന സ്ഥലം. അപ്പൊ അങ്ങനെ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ബോട്ടുകാരൻ പറയും പട്ടിയെ കയറ്റാൻ പറ്റില്ല, പട്ടിയെ ഓട്ടി. അപ്പൊ ശിവാനന്ദ സേന പറയും, വേണ്ട, അത് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വന്നതാണ്, അതിന് കയറ്റിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയും. ഇല്ല, പട്ടിക്കൊന്നും സ്ഥലമല്ല, പട്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് ഇരിക്കാൻ പറ്റും, അതുകൊണ്ട് അതിനെ കയറ്റില്ല എന്ന് പറഞ്ഞ് ഓട്ടി. അപ്പൊ അയാൾ പറയും, നിനക്ക് ഒരാളുടെ എണ്ണമല്ലേ വേണ്ടത്, അതിനുള്ള കാശ് ഞാൻ തരാം, പട്ടിക്കുള്ള പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ പൈസ കൊടുക്കും. ബോട്ടുകാരൻ കൊടുത്ത് ഈ പട്ടിയും കയറ്റിട്ട് അങ്ങ് പോകും. കാരണം
ആ ശിവാനന്ദ സേനയ്ക്ക് മനസ്സിലായി ഈ പട്ടി എന്തോ സ്പെഷ്യലാണ്. അങ്ങനെ എന്ത് ചെയ്യും, ആ പട്ടിയും അവിടെ നിന്ന് പ്രസാദം കഴിക്കും. ആ ബോട്ടിൽ പോകുമ്പോൾ എല്ലാവരുടെ അടുത്ത് കീർത്തൻ കേട്ടു, അടുത്ത സ്ഥലത്ത് പോയി പ്രസാദം കഴിച്ചു. ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് ഒരു ദിവസമായപ്പോൾ പട്ടിയെ കാണാനില്ല. അപ്പോൾ അന്ന് എല്ലാവരും എത്തി. 2-3 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നപ്പോൾ ഇദ്ദേഹം പട്ടി ഇപ്പോൾ വരും, കൊടുക്കാം എന്തെങ്കിലും പ്രസാദം എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടിയെ കാണില്ല. ഇതിന് ഭയങ്കര വിഷമമായി. നമ്മൾ ഭരത മഹാരാജിന്റെ കഥ കേട്ടതുപോലെ. പക്ഷെ വിഷമമായിട്ട് ഇങ്ങനെ അയ്യോ അതിനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും ദിവസം നമ്മുടെ ഒപ്പം വന്നു, കീർത്തനത്തിലൊക്കെ പങ്കെടുത്തു, അതിന് ഒരു ശല്യവുമില്ല, അത് നല്ല ഡിവോട്ടിയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി. കാണാനില്ല. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ കാണാനില്ല. ദൂരെ നോക്കിയപ്പോൾ ചൈതന്യ മഹാപ്രഭു പേഴ്സണലി കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രസാദം അദ്ദേഹം. ഇതാണ് ഒരു ഭക്തന്റെ അനുഗ്രഹം കിട്ടിയാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ ഭക്തൻ ഓൾറെഡി അനുഗ്രഹിച്ചു, എന്താണ്, ഭഗവാന്റെ പ്രസാദം കൊടുത്തു. അതുകൊണ്ട് ആ പട്ടി ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ അത് മോക്ഷം കിട്ടി. അങ്ങനെ 4 കൈ ഫോമില് എവിടെ പോകും, വൈകുണ്ഠത്തിൽ എല്ലാരും കണ്ടുകൊണ്ടിരിക്കും. അപ്പം ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യം. അപ്പൊ ഇവിടെ ഞാൻ എന്തിനാ പറഞ്ഞു എന്ന് പറഞ്ഞാല്, ഈ അതേപോലെ മൃഗങ്ങൾക്ക് രാമാനുജാചാര്യ കഴിച്ചിട്ട് ഇങ്ങനെ കുളത്തിൽ ഇങ്ങനെ ഒരു പീസ് അദ്ദേഹം കഴിച്ച ഉച്ചിഷ്ടം എടുത്ത് എറിയും. അവിടെ ഒരു മീന് കഴിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മീന് 4 ചതുർഭുജത്തിൽ, ഇന്നും ശ്രീരംഗത്ത് പോയ ആ കുളം അവിടെ ഉണ്ട്. ചന്ദ്രപുഷ്കരണി എന്ന് പറയുന്ന കുളം അവിടെ ഉണ്ട്. അതിനകത്ത് മീൻ ലിബറേറ്റ് എന്താ പറയുക, മോക്ഷം കിട്ടിയ സ്ഥലം അവിടെ നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തും മഹാപ്രസാദം കഴിച്ച് എന്താ പറയുക രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മള് കാസർഗോഡ് നമ്മൾ പറയും ബബിത എന്ന് പറയുന്ന ആ മുതല അല്ലെ, ക്രൊക്കഡൈൽ. അതിന് ഡെയിലി സാധാരണ മുതലൊക്കെ എന്ത് കഴിക്കില്ല, ഈ നോൺ വെജ് ആണ് കഴിക്കുന്നത്. പക്ഷെ ഇത് ഡെയിലി ഭഗവാന് നിവേദിച്ച ചോറാണ് കഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സ്പെഷ്യലാണ്. മഹാപ്രസാദം കൊണ്ട് ഒരു ജീവന് എന്താണ്, ഗുരുവായൂരിൽ ആനയ്ക്ക് കൊടുക്കുന്നതെല്ലാം കൃഷ്ണനെ നിവേദിച്ചത്. പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയാൽ ഭഗവാന് നിവേദിച്ചതെല്ലാം ആനയ്ക്ക് കൊടുക്കും. അപ്പൊ അതൊക്കെ ഭാഗ്യമാണ്. അപ്പൊ ഈ പ്രസാദം കൊണ്ട് ഒരു മൃഗത്തിനെ പോലും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആരെ രക്ഷപ്പെടുത്താൻ പറ്റും? കലിയുഗത്തിലെ ആൾക്കാരുടെ ബോധമെല്ലാം മൃഗതുല്യമായ ബോധമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ചിലപ്പോൾ നാമം ജപിപ്പിക്കാൻ പറ്റില്ല, ഭാഗവതം പഠിപ്പിക്കാൻ പറ്റില്ല, ഭഗവത്ഗീത പഠിപ്പിക്കാൻ പറ്റില്ല. പലരും നമ്മുടെ വീടുകളിലുണ്ടാവും, ഇവരൊന്നും നാമം ജപിക്കില്ല, ഇവരൊന്നും എന്ത് ചെയ്യില്ല, ഇവരൊന്നും എന്താണ് ഭഗവത്ഗീത വായിക്കില്ല. നമ്മൾ പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം വെച്ചാല് കൃഷ്ണപ്രസാദം കൊടുത്താൽ മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. സിൻസിയറായിട്ട് ഭഗവാനെ നിവേദിച്ചിട്ട് ഭഗവാന്റെ പ്രാർത്ഥിച്ചിട്ട് അതിനെ സ്വീകരിച്ച് അവർക്ക് കൊണ്ടുപോയി ഡെയിലി പ്രസാദം കൊടുത്താൽ അവരും മാറും, സംശയമില്ല. അതിനൊരു എക്സാമ്പിൾ പ്രാക്ടിക്കലി, അതായത് ഫോറിനില് ഒരു മാതാജി ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ഡിവോട്ടിയായി, നല്ല ഡിവോട്ടിയായി. അവരുടെ വീട്ടിലെല്ലാം ഓഫർ ചെയ്യും, കൃഷ്ണൻ ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ എടുക്കും. അപ്പൊ അവരുടെ ഹസ്ബൻഡിന് അതൊന്നും ഇഷ്ടമല്ല. അവർ ഫോറിനർ, രണ്ടുപേരും ഫോറിനറാണ്. അപ്പൊ അദ്ദേഹം പറയും ഇതൊക്കെ മണ്ടത്തനമാണ്, ഇങ്ങനെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ വെക്കുന്നു, അതുപോലെ എടുക്കുന്നു, അവിടെ ഒരു ചേഞ്ചസും ഇല്ല. കൃഷ്ണൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് കാണാതാവണം, ഇവിടെ കാണുന്നില്ല, അതുപോലെ തന്നെ വരുന്നു. അത് പറഞ്ഞ് ഇതൊക്കെ ഒരു എന്താണ്, ഒരു ചുമ്മാ പറ്റിക്കുന്നതാണെന്നെല്ലാം പറയും. അഥവാ ഇവർ കൊടുത്താൽ അതിനെ കളയും, അതിനെ ഇൻസൾട്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവരുടെ സ്പിരിച്വൽ മാസ്റ്ററിന്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അത് മാത്രമല്ല അവർ ചീത്ത പറയും. ചിലപ്പോൾ അയാൾ വെള്ളമെല്ലാം അടിച്ചിട്ട് വരും, വീട്ടിൽ മിക്കവാറും ഡെയിലി വെള്ളം അടിച്ചിട്ട് വരും. അപ്പൊ ഇതും കൂടെ ആയപ്പോൾ അവർക്ക് ഒരിക്കലും ആ കൃഷ്ണാവബോധം ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അവർ ഒരുപാട് വിഷമിച്ചിട്ട് ആ മഹാരാജിന്റെ പറഞ്ഞു, മഹാരാജ് ഇന്ന് ഞാൻ എന്ത് ചെയ്യും, സന്യാസികൾ ചോദിക്കണം ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, എനിക്ക് നേരെ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സന്യാസി പറയും, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്ക്, എങ്ങനെയെങ്കിലും അവർക്ക് പ്രസാദം കൊടുക്കുക, അത് മതി, അദ്ദേഹം മാറും എന്ന് പറയും. അപ്പൊ ഇവർ പറയും, ഞാൻ പ്രസാദം എടുത്തിട്ട് പോയാൽ തന്നെ ഓട്ടിക്കും, അതിനെ തന്നെ ഞാൻ ഇങ്ങനെ നിവേദിക്കുന്ന ഒരേ കാരണം കൊണ്ട് എടുത്ത് കഴിക്കില്ല എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കുക, ഏത് രൂപത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ അത് ഉള്ളിൽ പോട്ടെ, അദ്ദേഹം അറിയാതെ കൊടുത്താൽ മതി എന്ന് പറയും. കാരണം പ്രസാദത്തിന് ഒരാൾക്ക് മാറ്റം ഉണ്ടാകും എന്ന് ആ സന്യാസി ഗ്യാരണ്ടി പറയും. അപ്പൊ ഈ മാതാജി കുറച്ച് നാള്
ശരിയെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ പ്രസാദം എങ്ങനെയൊക്കെ കൊടുക്കുന്നു. കൊടുത്തപ്പോൾ ഒരു ദിവസം ഉണ്ടായി, അതേ പെട്ടെന്ന് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ഓടി ഒന്ന് ഗുരുവിൻ്റെ അടുത്ത് പറയാണ്, ഭയങ്കര അതിശയമാണ്, മഹാരാജ് പറഞ്ഞതുപോലെ ഞാൻ പ്രസാദം ഡെയിലി കൊടുത്തു. അപ്പൊ എൻ്റെ ഭർത്താവ് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഇനി മുതൽ ഞാൻ വെള്ളം അടിക്കില്ല എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് അദ്ദേഹം വെള്ളം അടിച്ചു നിർത്തി. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവരൊന്ന് പറഞ്ഞത്, ഒരു മാസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല അദ്ദേഹം. ഞാൻ കൊടുക്കുന്ന പ്രസാദങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, ഇത് മിറാക്കിൾ പോലെയാണ് സംഭവിച്ചു, അതിശയമായിരുന്നു എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായ ആ ഗുരുവിന്. കാരണം അദ്ദേഹം ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും പാവം ഈ മാതാജിയുടെ ഹസ്ബൻഡും മാറട്ടെ. അവരും സിൻസിയറായിട്ട് ഡെയിലി പ്രാർത്ഥിച്ചു ഭഗവാന്റെ അടുത്ത്. എന്നിട്ട് പ്രസാദം കൊടുത്തു. അപ്പൊ ചോദിച്ചു, നീ എങ്ങനെയാ പ്രസാദം കൊടുക്കുന്നത്, എങ്ങനെ കൊടുത്തു, അത് അദ്ദേഹം സ്വീകരിക്കില്ലല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു, ഞാൻ അഭിഷേകം ചെയ്ത് തീർത്ഥമുണ്ടല്ലോ അത് ഡെയിലി കൊടുത്തു. അപ്പൊ എങ്ങനെ കൊടുത്തു, വാങ്ങിച്ചു കുടിച്ചോന്ന്? ഇല്ല ഇല്ല, അദ്ദേഹം കള്ളു കുടിക്കാൻ വെച്ചിരിക്കുന്ന കള്ളിനകത്ത് ഞാൻ ഡെയിലി ഒഴിച്ചു കൊടുത്തു. യഥാർത്ഥത്തില് അതൊരു അഫൻസാണ്, അത് ചെയ്യാൻ പാടില്ല. കള്ളിനകത്ത് ആരെങ്കിലും ഭഗവാന്റെ തീർത്ഥം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയോ കൊടുക്കില്ല. പക്ഷെ അവർക്ക് ഒരു ബേസിക് കാര്യങ്ങൾ പോലും അറിയില്ല. പക്ഷെ അവരുടെ ഫെയ്ത്ത് സ്ട്രോങ് ആയിരുന്നു, അവരുടെ വിശ്വാസം എന്തായിരുന്നു, ആ ഗുരുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ആ പ്രസാദത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഡെയിലി ലിക്വറിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഈ ചരണാമൃതം ഒഴിച്ചു കൊടുത്തിട്ട് അവർ കുടിച്ചു, ഒരു കാരണവുമില്ലാതെ സ്റ്റോപ്പ്. അപ്പൊ പ്രാക്ടിക്കലി ഞങ്ങൾക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം അമ്പലത്തിൽ വരെയില്ല, ഒരു മാതാജിയെ കൊണ്ട് വിട്ടിട്ട് നടയിൽ വിട്ടിട്ട് പോകും. പക്ഷെ നടയിൽ നിന്ന് ഞങ്ങൾ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്ട്, നമ്മുടെ അമ്പലത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു റെസ്പെക്ട്, ആ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊക്കളെ. പക്ഷെ അങ്ങനെ ആ വ്യക്തിക്ക് മാറ്റങ്ങൾ ഉണ്ടായാണ്. അപ്പൊ ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രസാദം അവരെ കൊണ്ട് വിടുമ്പോൾ, ആ പ്രഭു ഇത് പ്രസാദം കഴിക്കുമ്പോൾ, അപ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് റെസ്പെക്ട്, ആ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീറ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങ് പോകും, വരില്ല. പക്ഷെ ക്രമേണ വന്നു. ഇപ്പൊ ആ മാതാജിയെക്കാളും ബെസ്റ്റ് ഡ്യൂട്ടിയാണ് അദ്ദേഹം. മാതാജിയെങ്കിലും കുഴപ്പം, പക്ഷെ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് നാമം ജപിക്കും, വായിക്കും, പ്രചരണം ചെയ്യും. അപ്പോൾ ഇതെല്ലാം സാധിക്കും. എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാല് കൃഷ്ണാവബോധം, അതിലും എസ്പെഷ്യലി മഹാപ്രസാദത്തിന് അത്രയും പവർഫുൾ ആണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് ഭക്തിയോടി കൂടി നമ്മൾ ഭഗവാനെ നിവേദിക്കാം. ചുമ്മാ ഉണ്ടാക്കി വെക്കുന്നതല്ല. ഭഗവാനൊന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിൽ നിന്ന്, എല്ലാം ഭഗവാനാണ് നമുക്ക് തന്നത്. പിന്നെ എന്തിനാ കുറച്ച് സാധനം കൊണ്ട് ഭഗവാന്റെ ഫ്രണ്ടിൽ വെക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് മേടിച്ച് നമ്മുടെ കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. അപ്പൊ ഈ കുട്ടിക്ക് നമ്മളാണ് മേടിച്ചു കൊടുത്തത്, നമുക്ക് അതിൽ നിന്ന് വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു പാക്കറ്റ് മേടിച്ച് കഴിക്കാമായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു പാക്കറ്റ് മേടിച്ചു കൊടുത്തു. പക്ഷെ നമ്മുടെ കുട്ടി എന്താ ചെയ്യുന്ന വെച്ചാല്, ആ കൊടുത്തതും ആ പാക്കറ്റ് അവിടെ പൊട്ടിച്ചിട്ട് ഒരെണ്ണം എടുത്ത് ദാച്ച കഴിക്ക്, അമ്മ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നു. അല്ലെങ്കിൽ അപ്പൂപ്പ കഴിക്കെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു. കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട, നമ്മളാണ് കാശ് കൊടുത്ത് മേടിച്ചു കൊടുത്തത്. അപ്പോൾ പക്ഷെ അത് തരുമ്പോൾ ഒരു സ്നേഹമാണ്. അയ്യോ അവള് എന്ത് കൊടുത്താലും ശരി, അല്ലെങ്കിൽ അവൻ എന്ത് കിട്ടിയാലും ശരി തന്നെ എനിക്ക് ഒരെണ്ണം തന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഒരു സ്നേഹമാണ് അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാൻ ഒന്നും നമ്മളിൽ നിന്ന് ആവശ്യമില്ല. പക്ഷെ നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മൾ ഒരു കാര്യം അർപ്പിക്കുമ്പോൾ ഭഗവാൻ അതിനെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രേക്ഷിക്കും. അത് എന്ത് തന്നാലും സ്വീകരിക്കാന്ന് പറയുന്നില്ല. പത്രം പുഷ്പം ഫലം തോയം ഈ കാറ്റഗറിയിലായിരിക്കണം കംപ്ലീറ്റ്. എന്നിട്ട് ഭക്തിയാ പ്രേക്ഷതി, ഭക്തിയോടി തന്നാൽ ഞാൻ സ്വീകരിക്കാം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഭഗവാനെ നിവേദിക്കുന്ന ഓരോ കാര്യവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പാടില്ല. ടേസ്റ്റ് നോക്കാതെ നമുക്ക് സാധാരണ വീടുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നക്ക് അങ്ങ് ഉണ്ടാക്കും. അപ്പൊ അടുത്തത് എന്താ പറയുക, ടേസ്റ്റ് നോക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാക്കുക. പക്ഷെ ഭഗവാന് കൊടുക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടല്ല കൊടുക്കേണ്ടത്. അപ്പൊ ടേസ്റ്റ് നോക്കാതെ എങ്ങനെ ഉണ്ടാക്കാം. അപ്പം അത് എന്താണ്, നമുക്കറിയാം ഇത്ര ഉപ്പ് ഇട്ടാൽ അത് കറക്റ്റ് ആയിരിക്കും, ഉപ്പ് കൂടിയാൽ അത് കഴിക്കുമെന്ന് നമ്മുടെ നാവിന് അറിയാൻ പറ്റും. പക്ഷെ എന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ടേസ്റ്റ് നോക്കാതെ തന്നെ ഭഗവാനെ പാചകം ചെയ്യണം. ഇനി പാചകം ചെയ്യുന്ന സാധനം അതേപോലെ വളരെ വൃത്തിയോടുകൂടി, അത് ഇനി എന്താണ്, നമ്മൾ ഭഗവാന് പാചകം ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ അത് തറയിൽ കിടന്നത് അല്ലെങ്കിൽ വൃത്തികെട്ട സ്ഥലത്തിലിടുന്നത് അങ്ങനെയൊന്നുമില്ല. നീറ്റായിട്ട് കട്ട് ചെയ്യും, അതിനെ വാഷ് ചെയ്യും, അതിനെ ആ കോൺഷ്യസോടുകൂടി ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നു എന്നുള്ള കോൺഷ്യസ്, ആ ബോധമാണ് സ്നേഹം എന്ന് പറയും.
ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എത്ര വലിയ ഹോട്ടലിൽ പോയി കഴിച്ചിരുന്നാലും, എത്ര ഫെസിലിറ്റീസ് ഡെയിലി നമുക്ക് ഹോട്ടലിൽ കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നാലും, നമ്മൾ നല്ല ബെസ്റ്റ് ഹോട്ടലിൽ കഴിച്ചിരുന്നാലും, ഒരു ദിവസം വന്ന് ചിലപ്പോൾ അമ്മ തരുന്ന എന്തെങ്കിലും ഒരു ആഹാരം തരുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാണ്. പക്ഷെ നമുക്ക് ഡെയിലി വെറൈറ്റി ആയിട്ട് നമ്മൾ പറയുന്നതെല്ലാം ഉണ്ടാക്കി തരുമായിരിക്കും. നമുക്ക് അത്ര ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടാകുമായിരിക്കും. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ അവിടെ ഒരു തൃപ്തി ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുന്നുണ്ട് എന്തൊക്കെയോ, പക്ഷെ വീട്ടിൽ വന്ന് ചിലപ്പോൾ അവർ ചെറിയ എന്താ ചോറും രസവും എന്തെങ്കിലുമൊക്കെ വെച്ച് തരുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റിയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്നേഹം. കാരണം അമ്മ പാചകം ചെയ്യുമ്പോൾ എങ്ങനെയാ വിചാരിക്കും, ഇത് എൻ്റെ മോന് ഇഷ്ടമില്ല, ഈ ഉപ്പ് ഇട്ടാൽ അവന് ഉപ്പ് നിറയെ ഇടാൻ പാടില്ല, ഈ കാ ഇട്ടാൽ അവന് ഇഷ്ടപ്പെടില്ല, അത് അങ്ങനെയാണ് എന്നെല്ലാം നോക്കി നോക്കി ഉണ്ടാക്കുന്നു. ആ സ്നേഹമാണ് നമുക്ക് ആ ടേസ്റ്റ് ആയിട്ട് മാറും. അതേപോലെയാണ് ഭക്തന്മാര് കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കോൺഷ്യസ്, ഇത് ഭഗവാനാണ്, ഭഗവാൻ ഇത് ഇഷ്ടം, ഇത് ഇഷ്ടമില്ല. അത് ചിലപ്പോൾ ഭഗവാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് അവർ വളരെ ശ്രദ്ധയോടി കൊടുക്കുന്നത് കൊണ്ട് 100% ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്യും. ഭഗവാൻ ഇങ്ങനെ വന്നിട്ട് കംപ്ലീറ്റ് എടുത്തിട്ട് പോകണമെന്നില്ല. ഭഗവാൻ ജസ്റ്റ് ദൃഷ്ടി കൊണ്ട് തന്നെ, കാരണം ഭഗവാൻ ദൃഷ്ടി കൊണ്ടാണ് സൃഷ്ടി നടത്തിയത്. അപ്പൊ ഭഗവാൻ ദൃഷ്ടി കൊണ്ട് തന്നെ എല്ലാം സ്വീകരിക്കാനും പറ്റും. ഇനി നമ്മൾ പാചകം ചെയ്തത് ഒരു സെപ്പറേറ്റ് പ്ലേറ്റിൽ അതെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത്, ലിക്വിഡ് ഐറ്റം ആണെങ്കിൽ സെപ്പറേറ്റ്, സബ്ജിയൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ്, അതുപോലെ ഒരു വലിയ പ്ലേറ്റിൽ, ക്ലീൻ ആയിട്ടുള്ള പ്ലേറ്റിൽ പാചക സാധനങ്ങളെല്ലാം വെച്ച് ഓരോന്നിലും തുളസി ഇടണം. തുളസി ഇടാതെ നമ്മൾ നിവേദിച്ചാൽ ഭഗവാൻ സ്വീകരിക്കും. ഇത് തുളസി ദേവിക്ക് ഭഗവാൻ കൊടുത്ത പ്രോമിസാണ്. കാരണം തുളസി ദേവിയെ ഭഗവാൻ പറ്റിക്കും. ആക്ച്വലി പറ്റിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ തുളസി ദേവിയുടെ ആഗ്രഹമാണ്, വലിയ കഥയാണ്. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്യും, തുളസിയുടെ പാതിവൃത്യം നഷ്ടപ്പെടും. അപ്പോ ആ സമയത്ത് തുളസി ദേവി, നീ എത്ര തന്നെ ഭഗവാനായിരുന്നാലും നിന്റെ മനസ്സ് കല്ല് പോലെയായിരുന്നു. അങ്ങനെ തുളസി ദേവി കൃഷ്ണനെ ശപിക്കുമ്പോൾ കൃഷ്ണൻ കല്ലായിട്ട് മാറും. അതാണ് ശാലഗ്രാം ശിലയായിട്ട് മാറുന്നത്. അതേപോലെ തുളസി ദേവിക്ക് കൃഷ്ണൻ ഒരു വരം കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ നീ എൻ്റെ പ്രിയ ഭക്തയായത് കാരണം നീ ഇല്ലാതെ ഞാൻ ഒരു കാര്യവും സ്വീകരിക്കില്ല. ആര് എന്ത് തിന്നാലും എന്ത് വേണം, തുളസി വെച്ചിരിക്കണം. നമ്മളൊരു വസ്ത്രം നമ്മൾ ഭഗവാനെ അർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഒരു തുളസി വെച്ചിട്ട് ഭഗവാന് കൊടുത്താലേ ഭഗവാൻ സ്വീകരിക്കും. ഇനി നമ്മൾ എന്താണ്, ഒരു ഫ്രൂട്ട്സ് ഓഫർ ചെയ്യാണ്, അതിൻ്റെ മേലെ ഒരു തുളസി, ജ്യൂസ് ഓഫർ ചെയ്യാണ്, അതിൻ്റെ മേലെ ഒരു തുളസി. ഒരു തുളസി ഇല്ലാത്ത ഒരു സാധനവും ഭഗവാൻ സ്വീകരിക്കില്ല. നമ്മൾ എന്തൊക്കെ എത്ര തന്നെ ഭഗവാന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും ഇത് ഭഗവാന്റെ വാക്കാണ്. ആർക്ക് കൊടുത്ത വാക്ക്? ഭഗവാന്റെ പ്രോമിസ് ഭഗവാൻ തെറ്റിക്കും, പ്രശ്നമല്ല. ഭഗവാനും പറഞ്ഞു ഞാൻ യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ആയുധം കൃഷ്ണൻ എടുത്തു. എങ്ങനെ എടുത്തു, എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ, കൃഷ്ണന്റെ പ്രോമിസ് വലിയ വിഷയമല്ല കൃഷ്ണൻ. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യും, ഭക്തയ്ക്ക് കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി. ഇനി നമുക്ക് ഇൻ കേസ് തുളസി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, തുളസിയുടെ തണ്ട് എടുത്തിട്ട് നിവേദിക്കാൻ എടുക്കാം. തുളസിയുടെ മഞ്ചരി പൂവെടുത്തിട്ട് വയ്ക്കാം. ഉണങ്ങിയ തുളസി എടുക്കാം. തുളസിയുടെ ചോട്ടി കിടക്കുന്ന തുളസി എടുക്കാം. ഏകാദശിക്ക് തുളസി പറിക്കാൻ പാടില്ല, ദ്വാദശിക്ക് തുളസി പറിക്കാൻ പാടില്ല നമ്മൾ. കാരണം ഏകാദശി തുളസി, എല്ലാ ഭക്തന്മാരും ഏകാദശി വ്രതമെടുക്കും, തുളസി ദേവിയും വ്രതമെടുക്കും. അതുകൊണ്ട് തുളസിയെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് തുളസി നമ്മൾ ഇല എടുക്കില്ല. പിന്നെ ദ്വാദശിക്ക് എടുത്താൽ എന്ത്, ഏകാദശിക്ക് വ്രതം എടുത്തിരിക്കുന്ന തുളസി ദേവി ടയേർഡായിട്ടിരിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമ്മൾ തുളസിയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ദ്വാദശിക്കും തുളസി എടുക്കാറ്. അപ്പോൾ നമ്മുടെ കയ്യിൽ തുളസിയേ ഇല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പക്ഷെ തുളസി ഇല്ലാതെ നിവേദിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഒന്നുകിൽ തുളസി പറിച്ച് നേരത്തെ ഉണക്കി വെച്ചിരിക്കുക, ഉണങ്ങിയ തുളസി ആയിരുന്നാലും കുഴപ്പമില്ല, വെച്ചിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ തുളസിയുടെ ചോട്ടിൽ നോക്കുമ്പോൾ ഓൾറെഡി വീണ് കിടക്കും, ആ തുളസി എടുത്ത് കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുമേ ഇല്ല നമ്മുടെ കയ്യിൽ വെച്ചാൽ ഓഫർ ചെയ്ത തുളസി പോലും തിരിച്ച് യൂസ് ചെയ്യാം. ഒരിക്കൽ നിവേദിച്ച തുളസിയെ കഴുകിയിട്ട് തിരിച്ചും യൂസ് ചെയ്യാം. ഇത് തുളസി മഹാത്മ്യത്തിൽ പറയുന്നതാണ്. കാരണം തുളസിയുടെ ഒരു ഇലയിൽ കംപ്ലീറ്റ് സകലമാന തീർത്ഥങ്ങളും അതിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ തലയിൽ തുളസി ഇല വയ്ക്കും ആൾക്കാരുടെ. എന്തുകൊണ്ട്? സകല തീർത്ഥവും ആ വ്യക്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതും പാദ തുളസി വയ്ക്കും, കൃഷ്ണന്റെ പാദത്തിൽ സമർപ്പിച്ച തുളസി അവർക്ക് വയ്ക്കും. അല്ലെങ്കിൽ അതും ഗംഗാജലവും കൂടെ വായിൽ കൊടുക്കും. അപ്പൊ തുളസി മഹാത്മ്യത്തിൽ അത്രയും പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഭഗവാന് നിവേദിക്കുമ്പോൾ തുളസി ഇല്ലാതെ നമ്മൾ നിവേദിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നിവേദിക്കുന്നതിന് മുമ്പ് ഒരു ആസനത്തിൽ ഇരുന്നിട്ട് വേണം ഭഗവാന് നിവേദിക്കാൻ.
ചുമ്മാ അവിടെ നിന്നാൽ പോലും തറയിൽ നിന്ന് പൂജ ചെയ്യാൻ പാടില്ല. ഒരു മാറ്റ് ഇട്ടിട്ട് മാറ്റിന്റെ മേലെ ഇരുന്ന്, കാരണം റെസ്പെക്ട് കൊടുക്കണം. നമ്മൾ പ്രസാദത്തിന് റെസ്പെക്ട് കൊടുക്കും, ഭഗവാന് റെസ്പെക്ട് കൊടുക്കും. അപ്പോൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെ ചെയ്യണം. എന്താ പറയുക, ക്ലീൻലിനെസ് നമുക്കുണ്ടാവണം, പ്യുവർ പരിശുദ്ധമായിരിക്കണം, അതുപോലെ കോൺഷ്യസ് ആയിരിക്കണം. അപ്പോൾ അവിടെ ആ മാറ്റിന്റെ പുറത്ത് നിന്ന് തന്നെ നിവേദിക്കുക, അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നിവേദിക്കുക. അപ്പം അങ്ങനെ വേണം നമ്മൾ നിവേദ്യം ചെയ്യാനായിട്ട് എന്ന് പറയും. അപ്പം നിവേദ്യം ചെയ്യുമ്പോൾ മന്ത്രം പറയുന്നുണ്ട്, ഗുരുമന്ത്രം പറയണം. പക്ഷെ നമ്മൾ ഇതുവരെയും ഗുരു സ്വീകരിച്ചിട്ടില്ല, ഗുരുവിനെ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല, ഗുരു നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരം ഗുരു എന്ന് പറയുന്ന പ്രഭുപാദിന്റെ മന്ത്രം ജപിച്ചാൽ, നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഗുരുവിലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിജ്ഞാമിനി നമസ്തേ സാരസ്വതേ ദേവഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശം എന്ന് 3 പ്രാവശ്യം ജപിക്കണം. അത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുയുടെ മന്ത്രം, നമോ മഹാവതന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യനാമനെ ഗൗരദ്വിഷേ നമോണം, അതൊരു 3 പ്രാവശ്യം ജപിക്കും. അത് കഴിഞ്ഞ് കൃഷ്ണമന്ത്രം ജപിക്കും, നമോ ബ്രഹ്മണ്യദേവായ കോ ബ്രാഹ്മണ്യഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമഃ എന്ന് 3 പ്രാവശ്യം ജപിക്കുക. ഹരേ കൃഷ്ണയും ജപിക്കാം. ജപിച്ചിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഈ ചെറിയ നിവേദ്യം ഭഗവാൻ സ്വീകരിച്ചു കൊള്ളണം. കാരണം നമ്മൾ എത്ര വലുത് കൊടുത്താലും അത് വലുതല്ല. ഭഗവാനെ സംബന്ധിച്ചോളം ഭഗവാൻ ഒന്നുമേ അല്ല നമ്മൾ കൊടുക്കാൻ പോകും. അപ്പം നമ്മൾ പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ചെറിയ നിവേദ്യം ഭഗവാൻ സ്വീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഫ്രണ്ടിൽ. എന്നിട്ട് ഒരു ചെറുപ്പക്കാര പയ്യൻ കഴിക്കുന്ന ടൈം എത്ര, ഫാസ്റ്റായിട്ട് കഴിച്ചാൽ 15 മിനിറ്റ്സ് എങ്കിലും മിനിമം അവർക്ക് എടുക്കും. അതുകൊണ്ട് ആ 15 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ മിനിമം ആ നിവേദ്യം കഴിക്കാനുള്ള സമയം കൊടുക്കുക. പുറമേ ഇരുന്നു കൊണ്ട് കർട്ടൻ ഇട്ടതിന് ശേഷം നിവേദ്യം കൊടുത്തു, കർട്ടൻ ഇട്ടു, എന്നിട്ട് പുറമേ ഇരുന്ന് ഭഗവാൻ കഴിക്കുന്നതായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്തിട്ട് നാമം ജപിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഹരിനാമം എത്ര പ്രാവശ്യം ജപിക്കുക, ഒരു 108 ടൈംസ് ജപിക്കുക. ജപിക്കുമ്പോൾ അത് ഭഗവാൻ 100% ഉറപ്പാണ് അത് സ്വീകരിക്കും. കാരണം നമ്മൾ ഓൾറെഡി കോൺഷ്യസ് ആയിട്ട് ഇത് ഭഗവാന് വേണ്ടി കുക്ക് ചെയ്തു, ഇപ്പം എന്ത് ചെയ്തു, അതിനെ ഭഗവാന് നിവേദിച്ചു. അത് പുറമേ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാണ് ഭഗവാൻ കഴിക്കുന്നതായിട്ട് തീർച്ചയായും ആര് കഴിച്ചിരിക്കും, അത് ഭഗവാൻ കഴിച്ചിരിക്കും. സോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഭഗവാന് നിവേദിക്കാൻ. ഇനി നിവേദിക്കുന്ന സമയത്തിൽ നമ്മൾ ആദ്യം ആരുടെ മന്ത്രം പറഞ്ഞു, ഗുരുമന്ത്രം പറഞ്ഞു, പിന്നെ പ്രഭുപാദ മന്ത്രം പറഞ്ഞു, അത് കഴിഞ്ഞ് ചൈതന്യ മഹാപ്രഭു മന്ത്രം പറഞ്ഞു, അത് കഴിഞ്ഞ് കൃഷ്ണ മന്ത്രം. ഇതൊരു ഓർഡറാണ്. കാരണം നമുക്ക് ഒരു കാര്യവും ഡയറക്റ്റായിട്ട് കൃഷ്ണനിൽ എത്തിപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് അത്ര ക്വാളിഫൈഡ് അല്ല. നമ്മൾ ഒരു കാര്യം ഡയറക്റ്റായിട്ട് പോയി ഭഗവാനെ നീ എടുത്തോ എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഗുരുവിൽ കൂടെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഗുരുവിന് കൊടുത്തു, എൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ പരം ഗുരുവിന് കൊടുത്തു, അദ്ദേഹം ഭഗവാനിൽ സമർപ്പിക്കും. ആക്ച്വലി നമ്മൾ എന്താ പറയുക, എങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കൊടുക്കുന്ന സാധനം ഫൈനലി അത് രാധാറാണിയുടെ കയ്യിലെത്തും. രാധാറാണിയാണ് കൃഷ്ണന് സമർപ്പിക്കുന്നത്. അതേപോലെ കാരുണ്യം വരുമ്പോൾ കൃഷ്ണന്റെ കാരുണ്യം രാധാറാണിക്ക് കിട്ടും. അപ്പോൾ രാധാറാണിയും കൂടെ ടച്ച് ചെയ്തപ്പോൾ ആ കാരുണ്യത്തിന്റെ അളവ് കൂടും. അത് അടുത്ത ഭക്തൻ, അടുത്ത ഗോപികളിൽ വരും. അവരുടെ ടച്ചും കൂടെ ആകുമ്പോൾ ഇനിയും കാരുണ്യം അതിനകത്ത്. പ്രസാദം എന്ന് പറയാം, മഹാപ്രസാദം എന്ന് പറയാം, മഹാപ്രസാദം എന്ന് പറയാം. അതായത് പ്രസാദം എന്ന് പറഞ്ഞാൽ കാരുണ്യം, ഓക്കെ. മഹാപ്രസാദം എന്ന് പറഞ്ഞാൽ അത് ഗുരു അക്സെപ്റ്റ് ചെയ്തിട്ട്, മഹാപ്രസാദം വെച്ചാൽ ഗുരുവും അവരുടെ ഭക്തന്മാരും അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ മഹാപ്രസാദം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് പരിശുദ്ധമാവും, ശരീരവും പരിശുദ്ധമാവും, ബോധവും നമുക്ക് പരിശുദ്ധമാവും എന്ന് പറയാം. ഇനി ഇങ്ങനെ നിവേദിക്കുക. നമ്മൾ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ പോലും നമ്മൾ സയന്റിഫിക്കായിട്ട് നോക്കിയിരുന്നാലും ശരി തന്നെ, അലുമിനിയ പാത്രം, പിന്നെ ചൈന ക്ലേ, ഇതില് കുപ്പി ഗ്ലാസ്, ഇതിലൊന്നും പാചകം ചെയ്യാൻ പാടില്ല. പണ്ടൊക്കെ എന്താ പറയുക, വീടുകളിലൊക്കെ നല്ല പിച്ചളയിലുള്ള പാത്രങ്ങൾ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കലിയുഗമായതുകൊണ്ട് ക്വാളിറ്റി വളരെ, ഇപ്പോൾ പ്ലാസ്റ്റിക്കിലൊക്കെ, റബ്ബർ, പ്ലാസ്റ്റിക്കില് ഓവനിൽ വെച്ചിട്ടൊക്കെ എന്താ പറയുക, ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ആണ്. അത് ഓവനിനകത്ത് കയറ്റി അവർ പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ ആകില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ലോ ക്വാളിറ്റീസ് മെറ്റീരിയലാണ്. പണ്ട് സിൽവറിലുണ്ടായിരുന്നു, ഗോൾഡ് പാത്രങ്ങളുണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക ബ്രാസിലുണ്ടായിരുന്നു, കോപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ടൈപ്പ് പാത്രങ്ങളുണ്ട്. പക്ഷെ ഏത് യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ലോ ക്ലാസ് ആയിട്ടുള്ള സാധനങ്ങൾ ഭഗവാന് വേണ്ടി
മാക്സിമം യൂസ് ചെയ്യാം, ബെസ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ആഫ്റ്റർ ആൾ എന്ത് യൂസ് ചെയ്യണം? സ്റ്റീൽ എങ്കിലും യൂസ് ചെയ്യണം, നല്ല സ്റ്റീൽ പാത്രങ്ങൾ. പക്ഷെ ഏത് യൂസ് ചെയ്യാൻ പാടില്ല? ഈ അലുമിനിയം പോലത്തെ മെറ്റീരിയലുള്ള അത് പോയിസനുമാണ്. നമ്മൾ അതിൽ പാചകം ചെയ്യുമ്പോൾ തീർച്ചയായും അത് റിയാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ നല്ല പാത്രങ്ങളിൽ വേണം, അല്ലെങ്കിൽ കല്ലിലുണ്ടാക്കിയ പാത്രം എന്നൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അതൊക്കെ ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോറിനേഴ്സിന് അവർക്ക് അറിയില്ല ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യണം എന്നറിയില്ല. പക്ഷെ ഇന്ന് ഇന്ത്യയിലുള്ള നമ്മുടെ അവസ്ഥയും അത് തന്നെയാണ്. നമുക്കും അറിയില്ല ഏത് പാത്രത്തിൽ യൂസ് ചെയ്യണം, എങ്ങനെ നിവേദിക്കണം, എന്ത് ചെയ്യണം. ഇതൊക്കെ കോമൺ സെൻസ് ആണ്. സാധാരണ ഗതിയിൽ വീടുകളിൽ ഇതൊക്കെ പ്രാക്ടീസാണ്, അവർ ചെയ്ത് കാണിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു കുട്ടിക്കും അറിയില്ല. ഇപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ പരിപ്പ് എങ്ങനെ വരും, ഏത് മരത്തിൽ നിന്ന് വരും എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ഓക്കെ, അവർക്ക് വെള്ളരിക്ക എവിടെ നിന്നാണ്, മരത്തിൽ നിന്നാണോ കായ്ക്കുന്നു അല്ല വള്ളിച്ചെടിയിൽ നിന്നാണോ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. കാരണം അതാണ് പിള്ളേരുടെ അവസ്ഥ. കൊടുത്താൽ അവർ കഴിക്കും, അതും ഇപ്പം അറിയില്ല. അവർ മൊബൈൽ നോക്കിക്കൊണ്ട് കഴിക്കും. അത് കഴിക്കുന്നത് വെള്ളരിക്കയാണോ തേങ്ങയാണോ എന്നൊന്നും അറിയില്ല. കാരണം അവർ മുഴുവൻ കാണുന്നത് എന്താണ്? അവർ മൊബൈലും കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ അവസ്ഥ. പക്ഷെ ഇത് കൃഷ്ണാവബോധത്തിനും നല്ലതല്ല, അവരുടെ ഭൗതികമായിട്ട് പോലും ഈ കാര്യങ്ങളൊന്നും നല്ലതല്ല. കഴിക്കുന്ന സമയത്തുമെങ്കിലും അവർ കൃത്യമായിട്ട് കഴിക്കുന്ന ഫുഡ് നോക്കി. കാരണം പാരൻസും അതാണ് കാണിച്ചു. അവരും എന്ത് ചെയ്യുന്നു വെച്ചാൽ മൊബൈൽ എടുത്ത് വെച്ചിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടി അപ്പുറത്ത് വേറൊരു മൊബൈൽ എടുത്ത് വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു സമയം അവരെല്ലാം അവോയ്ഡ് ചെയ്യണം. കഴിക്കുന്ന ആ 15 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ ആയിക്കോട്ടെ, ആ അരമണിക്കൂറെങ്കിലും അത് മാറ്റി വെച്ചിട്ട് കഴിച്ചാൽ അവർ കോൺഷ്യസ് ആയിട്ട് കഴിക്കും. അവർക്ക് ആ ടേസ്റ്റ് മനസ്സിലാകും, കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് മനസ്സിലാകും. ഇതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡൈജഷനും മാറും. സോ എല്ലാം കൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് പറയും. അപ്പോൾ പ്രസാദം എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണനെ എന്താ പറയുക, കൃഷ്ണനും പ്രസാദത്തിനും ഒരു വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഭക്ഷണ ശീലങ്ങൾ നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ആഹാര ശുദ്ധവും സത്വശുദ്ധി എന്ന് പറയുന്നത്. ആഹാരം പരിശുദ്ധമായാൽ അത് സാത്വിക ഗുണത്തിലോട്ട് ഒരു വ്യക്തിയെ മാറി. അപ്പൊ നമ്മുടെ ഗുണങ്ങൾ മാറി മാറിയാണ്, സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ നമ്മൾ തമോ ഗുണത്തിലിരുന്ന കാമക്രോധ മോഹങ്ങളെല്ലാം, രജോ ഗുണത്തിലിരുന്ന ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും, എല്ലാം മടി പിടി ബഹളം, ഒരു മെർസി ഇല്ലാത്ത പ്രവൃത്തി, ഇതെല്ലാം ചെയ്യും. പക്ഷെ ഒരു സാത്വിക ഗുണത്തിലിരിക്കുന്ന ആളുടെ പ്രവൃത്തി ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ അടുത്ത് സംസാരിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും, അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും അല്ലെ. കാരണം ആ ഹാപ്പിനെസ് ഉള്ള ഒരു ക്വാളിറ്റിയാണ് സാത്വിക ഗുണത്തിലുള്ളത്. അപ്പോൾ ആ ഗുണം എങ്ങനെയാ ഉണ്ടാകുന്നു? ആ ഫുഡിൽ തന്നെ ഉണ്ടാകും. ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയ ഒരു സാത്വിക ഗുണത്തിലെ ഫുഡ് കറക്റ്റായിട്ട് സാത്വികമായിട്ട് തന്നെ പ്രവർത്തിക്കും. ഒരാൾ ഒരു പച്ചമുളക് എടുത്ത് കഴിച്ചാൽ ഓക്കെ, അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കരയും, അയാളുടെ വെള്ളത്തിൽ നിന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരും. ഫുഡാണ് കഴിച്ചത്, പക്ഷെ ആ ഫുഡ് കഴിച്ചപ്പോൾ അയാൾ കരച്ചിലാണ് വന്നത്. ആ ഫുഡിന്റെ ക്വാളിറ്റി അതാണ്. അത് ദുഃഖം തരുന്ന ഒരു ഫുഡാണ് എരിവ് എന്ന് പറയും. അപ്പോൾ ആ എരിവ് മിനിമം ആയിരിക്കണം. ഒരുപാട് എരിവ് ആഹാരം കഴിച്ചാൽ നമുക്കത് ശരീരത്തിന് അത് പ്രശ്നം ഉണ്ടാകും. അത് എന്ത് തരും? നമുക്ക് ദുഃഖങ്ങളായിരിക്കും തരിക എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നില്ല. പ്രാക്ടിക്കലി നിങ്ങൾ കുറേ മുളക് കഴിച്ചാൽ കരയും, വൈറലാവും, എന്ത് വേണമെങ്കിലും ആവും, പ്രശ്നമാവും. പക്ഷെ ഒരു ഫ്രൂട്ട്സ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും കരയില്ല ഫ്രൂട്ട്സ് കഴിച്ചിട്ട്. ഒരു ലഡ്ഡു കഴിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കരയില്ല, നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ സന്തോഷം ആ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകും. ഒരു കടയിൽ നിറയെ ഫുഡ്, അതാണ് ലഡ്ഡു, ജിലേബി, അത് ഇത് വെച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിയാണ്. അതെടുക്കണോ ഇതെടുക്കണോ എന്നൊരു സന്തോഷം ഉണ്ടാകും. നിറയെ ചില്ലി വെറൈറ്റി ആയിട്ട് വെച്ചിട്ട് നമുക്ക് ആ സന്തോഷം ഉണ്ടാവില്ല. അതുപോലെ തലേ ദിവസം ഉള്ളത്, പുളിച്ചത്, സ്മെല്ലുള്ളത്, ഈ 2 ദിവസം 3 ദിവസം ഉള്ളത് ആഹാരമൊക്കെ കഴിച്ചാൽ അത് കാണുമ്പോൾ തന്നെ നമുക്കേ പിടിക്കില്ല. പക്ഷെ ആൾക്കാർ മൂക്ക് പൊത്തിയിട്ട് കള്ളു കുടിക്കും. എന്തിനാ മൂക്ക് പൊത്തിയിട്ട് കള്ളു കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നാറ്റം ഇഷ്ടമില്ല, പക്ഷെ അത് കുടിക്കണം. അപ്പോൾ അത് എന്താണ്? തമോ ഗുണത്തിലായിരിക്കും അയാളെ മാറ്റുക. അയാൾക്ക് ലേസിനെസ് കൂടും, അയാൾ കാമക്രോധങ്ങളും കൂടും, ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ ഫുഡിൽ കാറ്റഗറി ഉണ്ട്. അത് തന്നെ, ആ ഫുഡ് തന്നെ അയാളുടെ ക്രിയ, അയാളുടെ പ്രവൃത്തിയും അതുപോലെ മാറ്റും എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിറയെ ലഡ്ഡു കഴിച്ചു,
എനിക്ക് സന്തോഷമായി ഹാപ്പി ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് വെള്ളം വേണം. ഞാൻ എങ്ങനെ വെള്ളം ചോദിക്കും എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളം തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ കുറച്ച് താമസിച്ചാൽ എനിക്കൊന്നും പ്രശ്നമല്ല. ആ വെള്ളം കൊണ്ടുവന്ന് ഞാൻ കുടിച്ചു, എൻ്റെ ഓക്കെ കാര്യമായി. ഞാൻ 2 മുളക് കഴിച്ചു, ഇപ്പം എനിക്ക് വെള്ളം വേണം. ഞാൻ എങ്ങനെ ചോദിക്കും? വെള്ളം തരുമോ, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുമോ, അങ്ങനെ ചോദിക്കില്ല. വെള്ളം 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 എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. കാരണം ആ ഫുഡ് കഴിച്ച് നമ്മുടെ റിയാക്ഷൻ തന്നെ മാറി. നേരത്തെ എത്രയോ ലഡ്ഡു കഴിച്ചു, വെള്ളം വേണ്ടി വന്നു യഥാർത്ഥത്തിൽ, പക്ഷെ നമ്മൾ ബഹളം വെച്ചില്ല. പക്ഷെ ഇപ്പൊ ഒരു മുളക് കഴിച്ചിട്ട് നമുക്ക് വെള്ളം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ബഹളം വെച്ചു, ചീത്ത പറഞ്ഞു, വെള്ളം കൊണ്ടുവരാൻ താമസിച്ചതുണ്ട്. അപ്പൊ ആ ഫുഡ് നമ്മൾ എങ്ങനെയാ റിയാക്ട് ചെയ്യിപ്പിച്ചത്? ഇനി പുളിച്ചത് ചീത്തയായതൊക്കെ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കാ നമുക്ക് ഉറക്കം വരും. കൂടുതൽ ആവശ്യത്തിനധികം ഉറങ്ങിക്കഴിഞ്ഞാൽ കാമങ്ങൾ കൂടും, കാമക്രോധങ്ങൾ കൂടും. അപ്പൊ ആ ഫുഡ് അങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സാത്വിക ഫുഡ് എന്താണ്, ആ ശീലമുണ്ട് നമ്മൾ ഏത് കഴിക്കണം. പക്ഷെ അത് മാത്രം പോരാ. ഇപ്പൊ നമ്മൾ സാത്വിക ഫുഡ് മാത്രമായാൽ പോരാ, അതും നമുക്ക് എന്തായിട്ട് വേണം, പ്രസാദമാക്കി വേണം കഴിക്കാനായിട്ട്. അപ്പോൾ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇനി ഈ പ്രസാദം കുക്ക് ചെയ്യുന്ന ആളുടെ ബോധം ഉണ്ടാവും. വീട്ടിൽ ഭയങ്കര ബഹളം വെച്ചിട്ട് അവർ കുക്ക് ചെയ്താൽ ആ ബോധം, അവരുടെ ബോധമില്ലാതെ കുക്ക് ചെയ്ത് അതെല്ലാം ആ കോൺഷ്യസ്നെസ് എല്ലാം ഇതിനകത്തുണ്ടാവും, ഫുഡിലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ടെൻഷൻ ഉണ്ടാകും, പിള്ളേർ ബഹളം വെക്കും, അത് വെക്കും, ഭയങ്കര വെപ്രാളത്തിൽ ഭയങ്കര ബഹളം വെച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടൊക്കെ ആൾക്കാർ കുക്ക് ചെയ്യും ചില. പക്ഷെ ആ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ആ ഫുഡിനകത്ത് അവരുടെ ദേഷ്യമെല്ലാം അതിനകത്തുണ്ടാകും. അത് കഴിക്കുന്ന ആൾക്കും ദേഷ്യം ഉണ്ടാകും, അത് കഴിക്കുന്ന കുട്ടിക്കും ദേഷ്യം ഉണ്ടാകും. കാരണം അതാണ് ആ ഫുഡിൽ ആ കർമ്മിക് റിയാക്ഷൻ എന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഭഗവാന് കുക്ക് ചെയ്യുന്ന ഒരാൾ, ആ ബോധത്തോടെ കുക്ക് ചെയ്യുന്ന ആൾ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും കുക്ക് ചെയ്യുക. അവരെന്ത് ചെയ്യും, ഇത് ഭഗവാനാണ് കുക്ക് ചെയ്യുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് ഭഗവാന് കുക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായി അവർ കൺട്രോൾ ചെയ്യും. കമല മ്യൂട്ട് ചെയ്യാവോ? അപ്പോൾ അവരെന്ത് ചെയ്യുവെച്ചാല് അവർ വളരെ കെയർഫുൾ ആയിട്ട് അത് ഭഗവാന് വേണ്ടിയിട്ടാണ് വളരെ കോൺഷ്യസ് ആയിട്ട് അവർ കുക്ക് ചെയ്യും. ഇനി ഒരാൾ പാവം ചെയ്യും, അപ്പൊ ആ പാവവും ആ ഫുഡിലുണ്ടാവും. പാചകം ചെയ്യുന്നയാള് പാവപ്രവൃത്തി ചെയ്തുകൊണ്ടാണ് പാചകം ചെയ്യുമെങ്കിൽ കഴിക്കുന്നയാൾക്ക് ആ പാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ, ഇവിടെ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ഹോട്ടലിൽ പോയി കഴിക്കണ്ട എന്ന് പറയാൻ കാരണമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ വ്യക്തി അയാളെ അമ്മയെ പോലെയോ ഭാര്യയെ പോലെയോ ഭർത്താവിനെ പോലെയോ ഒന്നുമല്ല കുക്ക് ചെയ്യുന്നത്. അവരെന്താ കുക്ക് ചെയ്യുന്നത്, കാശിന് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തി കുളിച്ച് കാണില്ല, വൃത്തി കാണില്ല, അയാളുടെ ബോധം വേറെ ആയിരിക്കും. അതേ ബോധത്തോടു കൂടി അയാൾ കുക്ക് ചെയ്യുന്ന സാധനം നമ്മൾ കഴിക്കണം. നമ്മുടെ ബോധം അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ മാറ്റമില്ല. അപ്പൊ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും ഹോട്ടൽസിൽ മാക്സിമം അവോയ്ഡ് ചെയ്യും. ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് അവർ എവിടെ കൃഷ്ണപ്രസാദം കിട്ടും, അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അവർ വിളിച്ചു പറയും, ഞങ്ങൾ വരുന്നുണ്ട്, പ്രസാദം വെച്ചിരിക്കാമോ. കാരണം ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, വലിയ പ്രയാസമാണല്ലോ ഈ കൃഷ്ണപ്രസാദം കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അറേഞ്ച്ഡ് ആയി കിട്ടുന്നു. അപ്പോൾ അത് സാധിക്കാത്ത. പക്ഷെ ചിലർക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. അവർക്ക് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പോലെ എളുപ്പം അവർക്കാവണമെന്ന് നിർബന്ധമില്ല. അവർ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലി നേച്ചർ എങ്ങനെയായിരിക്കാം. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, അവർ മാക്സിമം എന്ത് ചെയ്യണം വെച്ചാൽ പ്രസാദം കഴിക്കാൻ ശ്രമിക്കുക. നടക്കാത്തപ്പോൾ അവർ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ പോയിട്ട് അവര് നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടൽസിൽ പോയിട്ട് അവർ കഴിക്കുക. അതും ഓണിയൻ ഗാർലിക്, ഉള്ളി വെളുത്തുള്ളി എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അവിടെ ഓർഡർ ചെയ്ത് കഴിക്കാം. കാരണം അവർക്ക് അതുകൊണ്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ അത് കഴിക്കാം, മിൽക്ക് പ്രോഡക്ട്സ് അത് കഴിക്കാം. അങ്ങനത്തെ കാര്യങ്ങളും അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു നോൺ വെജ് ഹോട്ടലിൽ പോയിട്ട് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ നോൺ വെജ് ഹോട്ടലിൽ തീർച്ചയായും അവർ പറയും ഞങ്ങൾ നോൺ വെജ് അല്ല, അത് വെജിറ്റേറിയൻ ആണെന്ന്. പക്ഷെ അവിടെ ഏത് പാത്രം വേണമെങ്കിലും മിക്സ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ. അതൊരു പാവമാവും. അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ ഫുഡിൽ പാവമുണ്ടാവും. ചിലപ്പോൾ ചില ബിസ്ക്കറ്റ് നമ്മൾ വിചാരിക്കും ബിസ്ക്കറ്റ് ഐസ്ക്രീം ഇതൊക്കെ കഴിക്കും, ഇതിലൊക്കെ എഗ് ആഡ് ചെയ്യും, അപ്പോൾ അനിമൽ ഫാറ്റ് ആഡ് ചെയ്യും.
അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൃഷ്ണാബോധം സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത്, ബാക്കിയുള്ളവർ ക്രമേണ അത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് പോലെ ചിലപ്പോൾ എല്ലാം ഒന്നും ഉടനെ നടക്കില്ല. മൈൻഡിൽ വെച്ചിരിക്കുക, സാഹചര്യം അനുസരിച്ച് ഓരോന്നും അവോയ്ഡ് ചെയ്യുക, ക്യൂറാക്കുക കോൺഷ്യസ്. അതിനനുസരിച്ച് നമ്മുടെ ബോധവും നമ്മുടെ എന്താ പറയുക കൃഷ്ണാവബോധം കൃത്യമായിട്ട് അതുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കൃഷ്ണാവബോധം കറക്റ്റായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ചില ഫുഡിലൊക്കെ വലിയ കർമ്മം ഉണ്ടാവില്ല, അതായത് ഫ്രൈഡ് ഐറ്റംസ്. അതും പറയുന്നു, നമ്മൾ ചിപ്സ് മേടിച്ചു, അല്ലെങ്കിൽ പോപ്കോൺ, കപ്പലണ്ടി, ഇങ്ങനത്തെ വറുത്ത ഐറ്റംസ് ഒക്കെ മേടിച്ചു. ഇതിന് കർമ്മയ്ക്ക് എഫക്റ്റ് ഉണ്ട് ഓരോന്നിനും. അതായത് കുക്ക്ഡ് ഫുഡ് ആണെങ്കിൽ അതിന് കർമ്മയുടെ റിയാക്ഷൻ കൂടുതലാണ്. ഫ്രൈഡ് ഫുഡിന് കർമ്മയുടെ റിയാക്ഷൻ കുറവാണ്. അതായത് നോൺ വെജ് ആണെങ്കിൽ ഫുൾ സിന്നായിട്ടുള്ള ഫുഡാണ്, അത് പാവം നിറഞ്ഞ ഫുഡാണ്. അപ്പോൾ പക്ഷെ നമുക്ക് ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രസാദമാണ്. പറ്റാത്ത അവസരത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. കോഫി, ചോക്ലേറ്റ്, പിന്നെ ഇങ്ങനത്തെ ഐറ്റവും നമുക്ക് എന്താണ് കൃഷ്ണാവബോധത്തിന് പറ്റിയതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനകത്തൊരു ലഹരി അതിനകത്തുണ്ട്. ചായ യഥാർത്ഥത്തിൽ ചായയോ കാഫിയോ അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാധനമല്ല. അതെല്ലാം ഫോറിനിലുള്ള ആൾക്കാർ, ബ്രിട്ടീഷുകാരൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്, ഇന്ത്യയിലില്ല. പക്ഷെ പിന്നെ ആൾക്കാർ അതിന് അഡിക്റ്റ് ആയിട്ട് ഇപ്പൊ ചായ ഇല്ലാതെ ഒരു പരിപാടി നടക്കും. ചായ വിടുക എന്ന് പറഞ്ഞാൽ ഒരു ഡിവോട്ടി ഉണ്ട്, എല്ലാം ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു, ഒരു നല്ല സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ആ വ്യക്തിയെ കൊണ്ട് എന്ത് വിടാൻ പറ്റില്ല, ചായ മാത്രം വിടാൻ പറ്റില്ല. ഫുള്ളി അഡിക്റ്റഡ് ആണ്. അപ്പൊ അദ്ദേഹം സ്വയം അങ്ങനെ എന്താ പറയുക വിടണം എന്ന് ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം കൃത്യമായിട്ട് 4 മണിയായ കുടിക്കാൻ പോകും, 11 മണിയായ രാവിലെ കുടിക്കാൻ പോകും, 1 മണിക്ക് പോകും, കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ കുടിക്കാൻ പോകും. ഇങ്ങനെ ചായയുടെ ടേസ്റ്റ് അതിനകത്ത് എന്തുണ്ട്, എന്താ പറയാ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ അറിയാതെ അഡിക്റ്റഡ് ആണ്. പലർക്കും അങ്ങനെയാണ്, ബാത്റൂമിൽ പോയില്ല ചായ കുടിക്കാതെ. അപ്പൊ നമ്മൾ ആ ഫുഡിന് അഡിക്റ്റ് ആയിരിക്കുകയാണ്. കൃഷ്ണാവബോധത്തിലുള്ളവരുടെ കാര്യം അങ്ങനെയാണ്. സോ അതൊക്കെ കുറച്ച് ഇനി അതൊന്നും ഹെൽത്തിന് നല്ലതുമല്ല. ചായ കുറച്ച് കുടിക്കുന്നത്, കോഫിയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ ഹെൽത്തിയാണ്. ശരിക്കും ഈ രീതിയിൽ നിങ്ങൾ സ്പിരിച്വൽ മാറ്റി വെച്ചിട്ട് തന്നെ വീട്ടിൽ പാചകം ചെയ്ത് നല്ല പ്യുവറായിട്ട് നല്ല നല്ല പാത്രങ്ങളിൽ കുക്ക് ചെയ്തുകൊണ്ട് എന്താ പറയുക അതിന് ഉപ്പും പുളിയും എല്ലാം ആവശ്യത്തിന് ചേർത്തുകൊണ്ട് ഒരുപാട് എരിവൊന്നും ഇല്ലാതെ കഴിച്ചാൽ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ഹെൽത്തി ആയിട്ട്. എന്നാൽ കൃഷ്ണാവബോധത്തിൽ കഴിച്ചാലോ, അത് ആധ്യാത്മികമായിട്ട് നമുക്ക് ആ പുരോഗതിയും ഉണ്ടാകും. ഇത്രയും പ്രസാദത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ആർക്കും? പ്രഭു, ഹരികൃഷ്ണ, ഈ ചിപ്സും ബിസ്ക്കറ്റ് പോപ്കോൺ കഴിക്കണം എന്നാണോ പ്രഭു പറഞ്ഞേ? കഴിക്കാൻ ചിപ്സ് എന്ന് പറഞ്ഞാൽ കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചിപ്സ് കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, പക്ഷെ അത് വേറെ ഒരു ഫുഡും കിട്ടിയില്ല അതുകൊണ്ട് കഴിച്ചു, പ്രശ്നമില്ല. മാക്സിമം ഇൻ കേസ് എവിടെയും ഫുഡൊന്നും ഇല്ല, പ്രസാദം കിട്ടിയില്ലെങ്കിൽ തൈരും ചോറും ഒക്കെ കൂട്ടി കഴിക്കാം. അതായത് അത് ഇവിടെ പറയുന്നതാണ്, ഓരോരുത്തരുടെ വർക്ക് നേച്ചർ അനുസരിച്ചുകൊണ്ട്. ഇല്ല നമുക്ക് വീട്ടിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ വരാൻ കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കും, അതാണ്. പിന്നെ ചോക്ലേറ്റ്, ബിസ്ക്കറ്റിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റിലൊക്കെ പല തരത്തിലുള്ള എന്താ പറയുക നോൺ വെജ് ആഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ചോക്ലേറ്റ് നമ്മുടെ തിരുപ്പതിയിൽ നമ്മൾ വിചാരിക്കും തിരുപ്പതിയിൽ ഈ മുടിയൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, തിരുപ്പതിയിൽ കിട്ടുന്ന മുടിയൊക്കെ ചോക്ലേറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തൊരു സ്പെഷ്യലായിട്ടൊരു കെമിക്കൽ ഉണ്ടാവും. അത് വേറെ അത് ബോഡിക്ക് നല്ലതെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷെ അതിനെ ചോക്ലേറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു ചോക്ലേറ്റ് കമ്പനിക്കാർ വന്നിട്ട് അതിനെ അങ്ങനെ ടെൻഡറിന് എടുത്തിട്ട് പോയിട്ട് തിരുപ്പതിയിൽ കൊടുക്കുന്ന മുടി അതിനെ കംപ്ലീറ്റ് ചോക്ലേറ്റിലാണ് വിൽക്കുന്നത്. നമ്മൾ വിചാരിക്കും ഷുഗർ കഴിക്കുന്നു, ഷുഗറിൽ എന്താ പറയുക ബോണാണ് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് വൈറ്റ് ഷുഗർ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകും. കാരണം എന്തുകൊണ്ട്, ഇങ്ങനെ ഒരു കർമ്മിക് റിയാക്ഷൻ നമുക്കുണ്ട്.
പാല് കുടിച്ചാൽ ഒരിക്കലും ക്യാൻസർ ഉണ്ടാവില്ല. പക്ഷെ പാല് കുടിച്ചാൽ എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പാലല്ല കുടിക്കുന്നത്. നമ്മൾ വല്ല പന്നിയുടെയും ആടിന്റെയും കഴുതയുടെയും എല്ലാ പാലുമാണ് കുടിക്കുന്നത്. യഥാർത്ഥത്തിൽ നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ വരില്ല. ഇനി നമ്മൾ വിചാരിക്കും നമ്മൾ വളർത്തുന്ന പശുവിന്റെ പാല് നമ്മളെ വീട്ടിലാണുള്ളത്, പക്ഷെ നിങ്ങൾ പില്ലറ്റാണ് കൊടുക്കുമെങ്കിൽ അതിന് പുല്ലും എന്താ പറയുക, പച്ചപ്പുല്ലോ ഉണങ്ങിയ പുല്ല തവിടോ ഇതൊന്നും കൊടുക്കാതെ നിങ്ങൾ ഈ കടയിൽ നിന്ന് കിട്ടുന്ന സാധനമാണെങ്കിൽ, അത് പശുവിനെ കൊന്ന ബ്ലഡിനെ ഉണക്കി പൊടിച്ച് അതിൽ ഉണ്ടാക്കിയ സാധനമാണ് ഈ പില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കർമ്മിക് റിയാക്ഷൻ ഉണ്ടാവും. ആ പാല് കുടിച്ചാൽ നിങ്ങൾക്ക് അസുഖം വരും, ക്യാൻസർ വരും. പക്ഷെ ശരിക്കും നാടൻ പാല്, ഒറിജിനൽ പശുക്കളുടെ പാലെടുത്ത് കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു അസുഖം വരില്ല. അത് ശ്രീമദ് ഭാഗവതത്തിലും പല സ്ഥലത്തിലും പറയുന്നുണ്ട്. പാല് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലായിട്ട് ബ്രെയിൻ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, അതിനകത്ത് ഒരു ഇതുള്ളത് കൊണ്ടാണ്. ഈവൻ ശുഗമുനി ഓരോ വീടുകളിൽ പോയിട്ട് രാവിലെ പോയിട്ട് ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു പശുവിന്റെ പാല് കറക്കുന്ന അത്രയും സമയം മാത്രം അദ്ദേഹം വെയിറ്റ് ചെയ്യും. അവിടെ ആ പാല് കിട്ടിയാൽ കുടിക്കും, അതോടി തീർന്നു. അപ്പൊ പാല് നല്ലതാണ്. പക്ഷെ എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു എന്ന് പറയാൻ കാരണം എങ്ങനെയൊക്കെയാണ്. ചില ഫുഡ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, ബെസ്റ്റ് ആയിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് കൃഷ്ണന് കൊടുത്തിട്ട് നല്ലത് കഴിക്കും. പ്രഭു, വെള്ളത്തിനും നമ്മൾ അങ്ങനെ നോക്കണം. വെള്ളം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇല്ല, പാലിന് കണ്ടാമിനേഷൻ ഇല്ല, അശുദ്ധിയില്ല. വെള്ളം എവിടെ പോയാലും നിങ്ങൾക്ക് കുടിക്കാം, അശുദ്ധിയില്ല. പാലിന് അശുദ്ധിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ മരിച്ച വീട്ടിൽ പോയാലും സാധാരണ ആൾക്കാരൊന്നും കുടിക്കാറില്ല ചിലര്. അപ്പൊ അവിടെ നിന്ന് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി, വെള്ളത്തിനൊന്നും അശുദ്ധിയില്ല. ഈവൻ ഇന്ന് നമ്മള് കുംഭമേളയ്ക്ക് പത്രത്തിലൊക്കെ വാർത്ത pH ലെവൽ ഭയങ്കര ഹൈ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊന്നും കുളിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഉപദേശാമൃതം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഗംഗ അങ്ങനെ തന്നെയാണ്. ഗംഗ കലങ്ങി ചെളി പോലെ അശുദ്ധിയായിട്ട് പോകും പോലെ തോന്നുമെങ്കിലും ഗംഗ എന്നും ഗംഗ തന്നെയാണ്, അത് പവിത്രമാണ് എന്ന് എത്രയോ 500 വർഷങ്ങൾക്ക് മുമ്പ് ഗോസ്വാമി എഴുതി വെച്ചു. അപ്പോ അതില് ലക്ഷക്കണക്കിന് എല്ലാവർക്കും അസുഖം വന്നില്ല, ഒന്നും വന്നില്ല. അത് കുടിച്ചിട്ടും വരുന്നുണ്ട് ആൾക്കാർ, എന്നിട്ട് കൊണ്ടുവന്ന് എല്ലാവരും കുടിക്കുന്നുണ്ട്. എന്ത് പറ്റി, ഒന്നും പറ്റില്ല. പക്ഷെ അത് വിശ്വാസമില്ലാതെ ചെയ്യുമ്പോൾ അയാളുടെ ഫെയ്ത്ത് അങ്ങനെയാണ്. അയാൾ കുടിച്ചാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അസുഖം വരുമായിരിക്കും. പക്ഷെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ പോകുന്നു. ഹരേ കൃഷ്ണ, ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ പ്രഭു? ഇപ്പൊ നമ്മള് വെജിറ്റേറിയൻ ഫുഡിന്റെ മഹത്വം നമ്മൾ പറയല്ലോ. നമ്മളിപ്പോ എവിടെ ചെല്ലുമ്പോൾ നമുക്ക് നോൺ കഴിക്കാൻ പറ്റാണ്ടാവുമ്പോ എന്താ കാരണം ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ അവര് നോർമലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ എത്ര കാലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? പണ്ടൊക്കെ രാജാക്കന്മാരും ദേവന്മാരൊക്കെ വേട്ടയാടാൻ പോയിരുന്നില്ലേ? അവര് വേട്ടയാടി തന്നെയായിരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അവര് മധു കഴിക്കുന്നു പറയുന്നില്ലേ? അവരത് കഴിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ഇല്ലാത്തത് വെറുതെ പറഞ്ഞുണ്ടാക്കാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇതാക്കുന്നു. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് എന്താ പറയാൻ പറ്റുക? അങ്ങനെയൊന്നുമില്ല. വെജിറ്റേറിയൻ ആൾക്കാർ തന്നെ പണ്ട്. വേണ്ട, നിങ്ങൾ പണ്ടെന്നൊന്നും പോണ്ട. ഇന്നും പത്മനാഭസ്വാമി ടെമ്പിൾ അവരൊക്കെ ക്ഷത്രിയന്മാർ തന്നെയാണ്. അവരൊക്കെ പൂണൂലിട്ടിട്ടുണ്ട്. അവരൊക്കെ പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇന്ന് പോയാലും അവിടെ കാണാൻ പറ്റും. അന്നൊന്നും പോകണ്ട, അത്രയും ദൂരം ഒന്നും പോകണ്ട. ഇനി ഭീമൻ വെജിറ്റേറിയൻ ആണ്, ഭീമനൊന്നും നോൺ വെജ് കഴിച്ചിട്ടില്ല. ഇവരെല്ലാവരും വെജിറ്റേറിയൻ തന്നെയാണ്. ഓക്കെ. പക്ഷെ അവരുടെ എനർജിയുടെ ഫ്രണ്ടിൽ ആരും നിന്നിട്ടുമില്ല. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ അത്രയും എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് അവർ പറയുന്ന, അവർക്ക് എവിഡൻസ് ഇല്ലല്ലോ. എവിഡൻസ് ഇല്ല. അവർ ചുമ്മാ വായിക്ക് തോന്നിയത് പറയല്ലേ. അവർ നോക്കട്ടെ, ഏത് മൈസൂർ പാലസിൽ പോയി നോക്കട്ടെ, എല്ലാം പ്യുവർ വെജിറ്റേറിയൻ ആണ്. ആ രാജകുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ പലയിടത്തും ജഗന്നാഥ് പുരിയിൽ പോയിരുന്നാൽ അവരെല്ലാം പ്യുവർ വെജിറ്റേറിയൻ. ഡെയിലി ജഗന്നാഥിന്റെ പ്രസാദം ഇന്നും അവരുടെ വീടുകളിൽ പോകുന്നുണ്ട്, അവർ കഴിക്കുന്നുണ്ട്. അവരെല്ലാം നോൺ വെജ് തൊടില്ല, ക്ഷത്രിയന്മാർ തൊടില്ല. പഞ്ചാബിലൊക്കെ പഞ്ചാബ് ധാബ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ പഞ്ചാബീസ് ആരും നോൺ വെജ് കഴിക്കില്ല, ഗുജറാത്തീസ് നോൺ വെജ് കഴിക്കില്ല. ഓക്കെ. മോസ്റ്റ്ലി ഇന്ന് കാലം മാറുന്നത് കൊണ്ട് അവരെല്ലാം തുടങ്ങി. പഞ്ചാബീസ് എല്ലാം നോൺ വെജ് തുടങ്ങി, ഗുജറാത്തീസ് കഴിച്ചു തുടങ്ങി. അപ്പോൾ അത് മാറുന്നതാണ്, കാലത്തിനൊപ്പം മാറുന്നതാണ്. അല്ലാതെ പണ്ടൊക്കെ പ്യുവർ വെജിറ്റേറിയൻ ആയി. മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു.
വേറെ ആർക്കും ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇനി തിലകം ധാരണം, തിലകം തൊടുക എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു വൈഷ്ണവര്. അപ്പോ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, തിലകമില്ലാത്ത നെറ്റി ശ്മശാനം പോലെ എന്ന് പറയും. അപ്പോൾ ഒരാൾ രാവിലെ നമ്മൾ കാണുന്ന ആളുടെ നെറ്റിയിൽ തിലകമില്ലെങ്കിൽ ഒരു ഐശ്വര്യമില്ല, മംഗളമില്ലാത്ത ഒരു സാധനത്തിനെ കണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ തിലകമുള്ള ഒരു വൈഷ്ണവനെ കണ്ടാൽ നമുക്ക് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കുംഭമേളയ്ക്ക് പോയ എല്ലാവരും വലിയ വലിയ തിലകമൊക്കെ വരച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു ഭക്തന്മാരുടെ ഒരു തിരക്ക് മൊത്തത്തിൽ കാണുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. എല്ലാ പാവങ്ങൾക്കും തിലകം ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത് തന്നെ പാവങ്ങൾ മാറും എന്നാണ് പറയുന്നത് ശാസ്ത്രത്തിൽ. അപ്പോൾ തിലകത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ തിലകം ഇൻ കേസ് നമുക്ക് തിലകം ഡെയിലി 13-12 സ്ഥലത്തിൽ ബോഡിയിൽ 12 ഇവിടെ നെറ്റിയിലിടം എന്താണ് ഓം കേശവായ നമഃ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, താങ്ക് യു. ഓം കേശവായ നമഃ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ ഇടണം? നെറ്റിയിലാണ് ആദ്യം ഇടേണ്ടത്. കേശവനെ അവിടെ പ്രതീക്ഷിക്കാൻ കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ തിലകം ഇടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ബോഡി എന്ന് പറയുന്ന ക്ഷേത്രം എന്ന് പറയാറ് ഭഗവത്ഗീതയിൽ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരമുണ്ട്, ശരീരത്തിനകത്ത് താമസിക്കുന്ന ആത്മാവുണ്ട്. അപ്പൊ ആത്മാവ് വേറെ ആരുമല്ല, അത് ഭഗവാനാണ്. അവിടെ 2 ആത്മാവുണ്ട്, പരമാത്മാവുണ്ട്, ജീവാത്മാവുണ്ട്. രണ്ടും പരിശുദ്ധമായ ആൾക്കാരാണ്. അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അവര് രണ്ടുപേരും താമസിക്കുന്ന സ്ഥലം പരിശുദ്ധമായിരിക്കണം. ആ ബോഡി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. 12 സ്ഥലത്തില് നമ്മൾ കുറി തൊട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യും. അപ്പൊ അത് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്? ആ 12 വിഷ്ണുവിനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നെറ്റിയില് ഓം കേശവായ നമഃ എന്ന് പറയും. ഓക്കെ, പിന്നെ ഓം നാരായണായ നമഃ വയറ്റില്, പിന്നെ നെഞ്ചില് ഓം കേശവായ ഓം നാരായണ നമഃ, ഓം മാധവായ നമഃ. അത് കഴിഞ്ഞാൽ അണ്ടത്തിൽ ഓം ഗോവിന്ദായ നമഃ. പിന്നെ റൈറ്റില് എന്താണ്? ഓം വിഷ്ണുവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ശ്രീധരായ നമഃ. ബാക്കിൽ ഓം ഋഷികേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം വാസുദേവ. ഫൈനലി മിച്ചം ഇരിക്കുകയാണെങ്കിൽ അത് ശിഖയിൽ തേക്കാം. ഓം വാസുദേവായ നമഃ. ഇത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഈ ഇതിൽ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്. അവർക്കും ശരീരത്തിലെ ഈ 12 തിലകവും അവർക്ക് വയ്ക്കാം. വൈഷ്ണവർ ഇപ്പൊ ശ്രീരംഗത്തൊക്കെ പോയാൽ ഈവൻ ലേഡീസ് എല്ലാം വരച്ചിരിക്കും. നമ്മൾ ഇസ്കോണിൽ പോയിരുന്നാലും എല്ലാ ലേഡീസിനെയും വരച്ചിരിക്കും. അപ്പോൾ അത് തൊടണം. യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡി പ്യുവർ ആയിട്ടിരിക്കണം. ബാഹ്യം എക്സ്റ്റേണലി പ്യുവർ ആയിരുന്ന ഇന്റേണലിയും പ്യുവർ ആയിരിക്കും. നമ്മൾ ഡെയിലി കുളിച്ച് തിലകൊക്കെ തൊട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും സാത്വികമായിട്ടിരിക്കും. അതേപോലെ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് മൈൻഡിലും ഉണ്ടാവും. സാത്വിക ഗുണം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക്. പക്ഷെ എക്സ്റ്റേണലിയും അഴുക്കാണ്. തമോ ഗുണത്തിൽ കുളിക്കാതെ നനയ്ക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, മനസ്സും അതുപോലെ തന്നെ അഴുക്കായിട്ടുണ്ടാവും. സോ അതുകൊണ്ട് എന്താണ് 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ പരിശുദ്ധമായിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയൊന്ന്, ഭഗവാൻ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സർവസ്യ ചാഹം പ്രതിസന്നിവിഷ്ട, എല്ലാവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ബോഡിയെ പ്യുവറായിട്ട് തന്നെ നമ്മൾ വെച്ചിരിക്കണം. അപ്പം അത് വിരല് തൊടുമ്പോൾ, ചന്ദനക്കുറി തൊടുമ്പോൾ ഈ റിംഗ് ഫിംഗർ എന്താണ് ചെറുവിരലിന്റെ തൊട്ടിപ്പുറമുള്ള വിരൽ കൊണ്ട് വേണം ചന്ദനം തൊടാനായിട്ട്. അല്ലാതെ നടുവിരല് ഈ മിഡിൽ വിരൽ ഇതുകൊണ്ടൊന്നും തൊടാൻ പാടില്ല. റിംഗ് മോതിര വിരൽ കൊണ്ട് മാത്രമാണ്. അത് റൈറ്റ് ഹാൻഡിൽ ഇടുമ്പോൾ ആ മോതിര വിരൽ കൊണ്ടെടുക്കുക. ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലുള്ള മോതിര വിരൽ കൊണ്ട് ചന്ദനം തേക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. ഇൻ കേസ് നമുക്ക് ഇടണമെന്ന് താല്പര്യം ഉണ്ട്, പക്ഷെ നമ്മൾ ഓഫീസിൽ പോകും, അല്ലെങ്കിൽ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ എനിക്ക് താല്പര്യമുണ്ട്, ഇതൊക്കെ ഇടണം, ഇങ്ങനെയൊക്കെ നടക്കണം താല്പര്യമുണ്ട് എങ്കിൽ ശാസ്ത്രത്തിൽ പറയുന്നത് വെള്ളം കൊണ്ട് നമുക്ക് ഇടാം. വെള്ളം കൊണ്ട് എന്തിടാം? തിലകിടാം. വെള്ളം കൊണ്ട് കേശവായ നമഃ എന്ന് വരച്ചാൽ മതി. ഓം നാരായണ നമഃ, ഓം ഗോവിന്ദായ നമഃ, വിഷ്ണുവേ നമഃ, ഓം മധുസൂദനായ. ഈ 12 മന്ത്രവും പറഞ്ഞിട്ട് നമുക്ക് ഇടാം. ശരി, ഇനി ഞാൻ ഇടുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു, പക്ഷെ എനിക്ക് ഇടണം. പക്ഷെ എനിക്കും ഒരു ചെറിയ നാണക്കേടുണ്ട്, അത് ഇട്ടാൽ ആൾക്കാർ എന്തെങ്കിലും പരിഹസിക്കുമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് തുടക്കത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഫുള്ളി വരച്ചിട്ട് പോകാതെ ഗോപീചന്ദനം എന്ന് പറഞ്ഞാൽ തന്നെ അത് വേറെയാണ്. അതിനൊരു സ്പെഷ്യൽ മഹാത്മ്യമുണ്ട്. അത് കൃഷ്ണന്റെ പാദധൂളിയാണ്.
വൃന്ദാവനത്തിലെ മണ്ണാണ്. അപ്പൊ ഇത് ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ വൃന്ദാവനത്തിലെ പാദധൂളി, വൃന്ദാവനത്തിലെ ഗോപിചന്ദനം യൂസ് ചെയ്യാം, ദ്വാരകയിലെ ഗോപിചന്ദനം യൂസ് ചെയ്യാം, നവദ്വീപില് എന്താണ് ചൈതന്യ മഹാപ്രഭുയുടെ സ്ഥലത്തിലുള്ള ഗോപിചന്ദനം അതൊരു സ്പെഷ്യൽ കളറായിരിക്കും. നവദ്വീപിൽ മാത്രം മഞ്ഞ കളറിൽ കിട്ടും. അത് ഭൂമിക്കടിയിൽ ഗോപിചന്ദനം തന്നെ ഉണ്ട്, പക്ഷെ ആ ഗോപിചന്ദനം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ദ്വാരകയിലുള്ളത് വ്യത്യാസമായിരിക്കും, വൃന്ദാവനത്തിലുള്ളത് വ്യത്യാസമായിരിക്കും. ഇനി രാധാകുണ്ഡം, രാധാദേവി കുളിച്ച സ്ഥലത്തിലുള്ള ഗോപിചന്ദനം അതൊരു കറുത്ത കളറിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഗോപിചന്ദനങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. സോ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തെളിച്ചിടുന്നതിനേക്കാളും ചെറുതായിട്ട് കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ഓഫീസിൽ പോകണം, എനിക്ക് ഇടണം താല്പര്യമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, ഈ വെള്ളം എടുത്തിട്ട് ഗോപിചന്ദനം ഒരു കറക്റ്റ് 1-2 പ്രാവശ്യം മാത്രം കറക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് ഗോപിചന്ദനം മിക്സ് ആയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് അത് വെള്ളം പോലെ കാണുള്ളൂ, അത് പുറത്ത് കാണില്ല. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഗോപിത്തിലക ഇടാം. അപ്പൊ ഇതെല്ലാം ഒരു വൈഷ്ണവരുടെ ആഭരണം, ഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിമാലയും തിലകമാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ യമരാജൻ യമകിങ്കരന്മാർക്ക് പറയുന്നതാണ് അജാമള മോക്ഷത്തിലെ അവരെന്താ അജാമളൻ എന്താ ജപിച്ചു എന്ന് ചോദിക്കും യമരാജാവ് യമകിങ്കരന്മാര്. നാരായണ എന്നെന്തോ ജപിച്ചു എന്ന് പറയും. അപ്പോ അവരുടെ കഴുത്തില് കണ്ടത്തില് മാല ഉണ്ടാവും ചെയ്യും, കണ്ടിമാല ഉണ്ടാകും, അതുകൊണ്ട് തുളസിമാല ഉണ്ടായി. നെറ്റിയിലെ ഊർജകുണ്ടലം, തിലകം ഉണ്ടായി എന്ന് പറയും. അപ്പോൾ യമരാജൻ പറയാണ്, ആരുടെ കഴുത്തിലാണോ കണ്ടിമാല ഉള്ളത്, ആരാണോ തിലകമിട്ടിരിക്കുന്നത്, ആരാണോ നാരായണ എന്ന് നാമം ജപിച്ചത്, അവരെ തൊടാൻ നമുക്ക് അവകാശമില്ല, ഒരു കാരണം വെച്ചാലും അവരുടെ അടുത്ത് പോലും പോകരുത് എന്ന് യമരാജാവ് യമകിങ്കരന്മാർക്ക് പറയുന്നു. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഒരു വൈഷ്ണവരുടെ ഭൂഷണമാണ്, ആഭരണമാണ്. അത് വൈഷ്ണവരാകുന്ന ഓരോരുത്തരും അത് പ്രാക്ടീസ് ചെയ്യണം, അത് ഇടണം. അപ്പൊ കണ്ടിമാല ഇതെല്ലാം ഒരു ടെക്നിക്കാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ടിമാല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഒരു റൗണ്ട് അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ തുളസിമാല കഴുത്തിലുണ്ട്, പക്ഷെ കണ്ടത്തിലിട്ടില്ല എന്നേ ഉള്ളൂ. എവിടെ ഇട്ടാൽ മതി, താത്തിട്ടാൽ മതി. പിന്നെ അത് ഡബിൾ ആക്കുക, അങ്ങനെ പതുക്കെ ക്രമേണ നമുക്ക് ചെയ്യാം. ഹരേ കൃഷ്ണ. ബാക്കി നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട്, ഞാനുണ്ടാവില്ല, വിജയമുണ്ടപ്പും ഉണ്ടാവില്ല. പിന്നെ മാർച്ച് 15-ാം തീയതി 14-ാം തീയതിയാണ് ഗൗരപൂർണിമ ഫെസ്റ്റിവല്. സോ 14-ാം തീയതി ഫാസ്റ്റിംഗ് ഉണ്ട്. അപ്പം അന്ന് ഗുരുവായൂരിൽ വെച്ച് ചെറിയ രീതിയിലല്ല, അഭിഷേകവും ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ 15-ാം തീയതി പബ്ലിക്കിന് പ്രോഗ്രാം ഉണ്ട്, ജഗന്നാഥ് മിശ്ര ഫെസ്റ്റിവൽ എന്നാണ്. 15-ാം തീയതി വലിയ പ്രോഗ്രാമായിട്ട് ഭക്തി വിനോദ് മഹാരാജ് ഒക്കെ വരുന്നുണ്ട്. വൈകുന്നേരം 3 മണി തൊട്ട് 8 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. സോ എല്ലാ ഭക്തന്മാരും വരിക. അന്ന് വളരെ എന്താ പറയുക, ഒരു കാരുണ്യത്തിന്റെ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയാം. ചൈതന്യ മഹാപ്രഭുയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും നാമം ജപിക്കാൻ സാധിക്കും. അതുകൊണ്ട് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരിക, ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതുകൊണ്ട് എല്ലാവരും വരിക ആ പ്രോഗ്രാമിന്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാവും, ആ സമയത്ത് നിങ്ങളെ ഇൻഫോം ചെയ്യാം. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ ഡൗട്ട്